എല്ലാവർക്കും ഏറ്റെടുത്ത തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കുന്ന UPSC റിക്രൂട്ട്മെന്റ് 2024 404 നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നാവൽ അക്കാദമി പോസ്റ്റിനെ കുറിച്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നാഷണൽ ഡിഫൻസ് അക്കാദമി നോവൽ അക്കാദമി തസ്തികയിലെ ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി. ആവശ്യമായ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ഈ 404 നാഷണൽ ഡിഫൻസ് അക്കാദമി NDA നോവൽ അക്കാദമി NA തസ്തികയിൽ ഇന്ത്യയിലുടനീളമുള്ളതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ 15/5/2024 മുതൽ 6/6/2024 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഹൈലൈറ്റ്സിലേക്ക് പോകാം. സ്ഥാപനത്തിൻ്റെ പേര് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. അതുപോലെ പോസ്റ്റ് നെയിം നാഷണൽ ഡിഫൻസ് അക്കാദമി NDA NA എന്ന പോസ്റ്റിലേക്കാണ്. നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. 404 ഒഴിവുകളാണുള്ളത്. അതുപോലെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ 6 വരെയാണ് പറയുന്നത്. അതുപോലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ ഒഴിവുകൾ എന്ന് പറയുന്നത് സൈന്യം 208, സ്ത്രീ സ്ഥാനാർത്ഥികൾ 10 പേർ ഉൾപ്പെടെയാണ്. നേവി 42, സ്ത്രീ സ്ഥാനാർത്ഥികൾ 6 ഉൾപ്പെടെ. എയർഫോഴ്സിലേക്ക് 92 ആണ് പറയുന്നത്. അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി 18, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ 10 അത് 10 ആണ്. ഇതിനുള്ള 2 എണ്ണം ഉൾപ്പെടെയാണ്. വനിതാ സ്ഥാനാർത്ഥികൾക്ക് നോവൽ അക്കാദമിയിൽ 34 ഒഴിവുകൾ, സ്ത്രീ സ്ഥാനാർത്ഥികൾക്ക് 5 എണ്ണം ഉൾപ്പെടെയാണ്. അതുപോലെ സാലറി ഡീറ്റെയിൽസ് പറയുന്നത് സ്റ്റൈഫൻ മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഡ്യൂറിങ് അങ്ങനെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ട്രെയിനിങ് സർവീസ് ട്രെയിനിങ് പീരീഡ്സ് അറ്റ് IMA പറയുകയാണെങ്കിൽ 56,100 പറയുന്നത്. സ്റ്റാർട്ടിംഗ് പെയിൻ 10 ലെവലാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. പ്രായപരിധി എന്ന് പറയുന്നത് 2006 ജനുവരി 2 മുമ്പും 2009 ജനുവരി 1 ശേഷവും ജനിച്ച അവിവാഹിതരായ പുരുഷ സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ആപ്ലിക്കേഷൻ വയ്ക്കാൻ അർഹതയുള്ളൂ എന്നാണ് പറയുന്നത്. യോഗ്യത എന്ന് പറയുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ ആർമി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ 10-12 പാറ്റേണിൽ 12ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ ഒരു സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിൽ അല്ലെങ്കിൽ ഒരു സർവകലാശാല നടത്തുന്ന തുല്യതാ പരീക്ഷയാണ് പറയുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ 10-12 പാറ്റേണിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയോടൊപ്പം 12ാം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഒരു സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിനോ സർവകലാശാലയിലോ നടത്തുന്ന തതുല്യമാണ് പറയുന്നത്. അപേക്ഷാ ഫീസാണ് പറയുന്നത്. മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും 100 രൂപയാണ് പറയുന്നത്. SC/ST സ്ത്രീ എൻകോ ORകളുടെ പാടുകളിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഡെബിറ്റ് കാർഡ് എല്ലാം ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് പ്രമാണ പരിശോധന, എഴുത്ത് പരിശോധന, വ്യക്തിഗത അഭിമുഖം എന്നാണ്. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കോഴിക്കോട്, കാലിക്കറ്റ്, തിരുവനന്തപുരം, കൊച്ചി എന്നിങ്ങനെയാണ്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഞങ്ങൾക്ക് ചെറിയൊരു ഫീസോട് കൂടി തന്നെ നമ്മുടെ OITയിൽ ആപ്ലിക്കേഷൻ വെച്ച് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.